ഗർ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. കുഞ്ചാക്കോ ബോബനും സുരാജ് വെഞ്ഞാറമൂടും കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച സിനിമയാണ് ഗർ. ഈ സിനിമക്ക് സ്റ്റോറി എന്ന് പറയുന്ന സാധനമില്ല, കഥ ഇല്ല ഈ സിനിമക്ക്. ഈ സിനിമൻ്റെ ഇത് പറയുകയാണെങ്കിൽ, രജിസ്റ്റർ ഓഫീസിൽ കാമുകി വരാത്തതിൽ മനന്നുണ്ട് ബാറിൽ പോയി വെള്ളമടിച്ച് കിളി പോയ കുഞ്ചാക്കോ ബോബൻ സൂവിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു. പിന്നെ അവിടെയുള്ള കുറേ നാടകീയ രംഗങ്ങളാണ് ഈ സിനിമയിലുള്ള സംഗതികൾ. ഈ സിനിമയുടെ പോസിറ്റീവ് നെഗറ്റീവ് വശങ്ങൾ ആദ്യം പറയാം. പോസിറ്റീവ് വശം എന്ന് പറയുകയാണെങ്കിൽ, കുഞ്ചാക്കോ ബോബൻ വെള്ളമടിച്ചിട്ടുള്ള അഭിനയം വളരെ നന്നായിട്ടുണ്ട്, നല്ല രസത്തിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അതേപോലെ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ക്യാരക്ടറുള്ള അഭിനയം നന്നായിട്ടുണ്ട്. അതേപോലെ തന്നെ രാജേഷ് മാധവനും വളരെ നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ കുറേ കഥാപാത്രങ്ങൾ കുറേ ഉണ്ട്. അനഘനാരായണുണ്ട്, സുധി രാമചന്ദ്രൻ ഉണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ ഈ സിനിമയിൽ വരുന്നുണ്ട്. അവർക്കൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളായിട്ട് അവരൊക്കെ ഉണ്ട് സിനിമയിൽ. രമേശ് പിഷാരടി ഉണ്ട്. സിനിമത്തെ പാട്ടുകളൊക്കെ കുഴപ്പമില്ല, രസമുണ്ട്, കേൾക്കാൻ പറ്റിയ നല്ല പാട്ടുകളാണ്. ഇത്രേ എനിക്ക് പോസിറ്റീവായിട്ട് സിനിമയിൽ തോന്നിയിട്ടുള്ളൂ. പിന്നെ കുറച്ച് കോമഡി ഉണ്ട്. കോമഡി കുഴപ്പമില്ല, രസമുള്ള കുറച്ച് കോമഡികളുണ്ട്. അത്രയേ ഉള്ളൂ സിനിമയിൽ പോസിറ്റീവ് വശം എന്ന് പറയാൻ. സിംഹം തന്നെ ഒരു കോമഡിയാണ്. സിംഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ അതിൻ്റെ ഗർജനാണ് കൂടുതലായിട്ടുള്ളത്. സിംഹത്തിൻ്റെ വിഷ്വൽസൊന്നും തീരെ പോരാ. ഒരു ഒറിജിനാലിറ്റി ഇല്ല സിംഹത്തിന്. സിംഹം ഭയപ്പെടാനുള്ള സിംഹമല്ല, സിംഹം ഒരു കോമഡി കഥാപാത്രമായിട്ടാണ്. സാധാരണ സിംഹത്തിൻ്റെ കൂട്ടിലകപ്പെട്ട മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഒരു ഭീതിയാണ് മനുഷ്യനുണ്ടാവുക, ഭയങ്കര പേടിയുണ്ടാവുക. അതൊന്നുമല്ല, ഇത് അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു പൊറാട്ട് നാടകം പോലെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ സിംഹി നാടകം, സുരാജും കുഞ്ചാക്കോ ബോബനും നാടകം കളിക്കണമായിട്ട് ഒരു സിനിമ പോലെ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ബോറിംഗ് ആയിരുന്നു. പിന്നെ ഈ പൊറാട്ട് നാടകം കഴിഞ്ഞ് ലാസ്റ്റ് ക്ലൈമാക്സ് ഉണ്ട്, അത് തീരെ പോരാ. എന്ത് ക്ലൈമാക്സാണ്, എന്താണ് സിനിമ കാട്ടിയിരിക്കണമെന്ന് സംവിധായകനോട് തന്നെ ചോദിക്കണം. സിനിമ തീരെ പോരാ. ഒരു വൺ ടൈം വാച്ചിങ്ങിന് പോലും ഇല്ലാത്തൊരു സിനിമ പോലെ എനിക്ക് തോന്നിയത്. ഇപ്പം നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഇത് ചിലപ്പോൾ OTT ഇറക്കായിരുന്നു. ഇങ്ങനത്തെ സിനിമക്ക് OTT ഇറക്കണമായിരുന്നു കുറച്ചുകൂടി നല്ലത്. OTT ഇറക്കിയാൽ ചിലപ്പോൾ വിജയിച്ചിരുന്നു. ഇത് തിയേറ്ററുകളിലുള്ള ഒരു സിനിമ ഇല്ല. ഓക്കെ, ബൈ.